വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖദ് ദകറ വൽ ഉൻത ഇന്ന സഅയകും ലശത്ത. അള്ളാഹു ഈ പ്രാപഞ്ചികമായി അവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും വ്യത്യസ്തതയുണ്ട് എന്നാണ്. എല്ലാവരും ഒരേപോലെ അല്ല ചെയ്യുന്നത് എന്നാണ്. രാത്രി പകല് പോലെയുള്ള വ്യത്യാസങ്ങൾ എന്തുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുണ്ട്. ഏത് പ്രവർത്തനങ്ങൾ എടുത്താലും അത്രമാത്രം വ്യത്യാസങ്ങളും വ്യതിരിക്തതകളും തമ്മിൽ. എന്തുകൊണ്ടാണ് വ്യത്യാസമാകുന്നത്? നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ എല്ലാവരും ഒരുപോലെ അല്ല ചെയ്യുന്നത് എന്ന വ്യത്യാസങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒരാൾ ദാനം ധർമ്മങ്ങൾ നിർവഹിച്ചു, സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു, അള്ളാഹു സത്യപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിയാൽ ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് ഞാൻ അവനെ എളുപ്പം എത്തിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ജീവിത സൗകര്യങ്ങളെ ഏർപ്പെടുത്തി തരുമെന്നാണ്. നുസഖിറു അലൈഹി അംറുഹു, അവൻ എല്ലാ കാര്യങ്ങളും നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വനജഅലുഹു മുയസ്സിറൻ ലഹു കുല്ല ഖൈർ, എല്ലാ കാര്യങ്ങളും അവൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. അതെന്തുകൊണ്ടാണ്? ലിഅന്നഹു അതാ ബിൽ അസ്ബാബ്, അവന്റെ ജീവിതം അള്ളാഹു ഇടപെട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ട കാരണങ്ങൾ അവനിൽ നിന്നുണ്ടായി. അതുകൊണ്ട് അള്ളാഹു അവന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്.